ആരെയാടോ ഏതോ ലോഡ്ജിന്ന് പൊക്കിന്ന് പറഞ്ഞേ? അതൊന്നുമില്ല സാറേ, അതൊരു റാൻഡം ചെക്കിങ് നടത്തിയതാ. ഈ ലോ ക്ലാസ് ഹോട്ടലിലൊക്കെ വെറുതെ ഒന്ന് കയറി ഇറങ്ങുന്നത് ഞാൻ ഇയാളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഈ ഒരു കാസർഗോട്ടുകാർ 4 പേര്. സർ 3 പേര് കാസർഗോഡ്, ഒരാൾ കോഴിക്കോട്. അത് തന്നെയല്ല, ഒരു ചിറ്റിക്കളി മണക്കുന്നുണ്ട് സാറേ. ഇവന്മാരാ ഹോട്ടലിൽ കൊടുത്തിരിക്കുന്ന അഡ്രസ്സ് തലശ്ശേരിയില്ലേ, പക്ഷെ താമസം കാസർഗോഡ്. താനൊന്ന് വിശദമായിട്ട് കാണും. അത് ഞാൻ ചെയ്യുന്നുണ്ട് സാറേ. ഇപ്പൊ ഞാൻ 4 4 സ്ഥലത്ത് ഇരുത്തിയിരിക്കുക. സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നിനോട് ചോദിക്കേണ്ട വിധത്തിൽ ചോദിച്ചാൽ പോരാനുള്ളത് മുഴുവൻ ഇങ്ങോട്ട് പോരും. എന്തിനാണോ നീ കൊച്ചി വന്ന്? മംഗളത്തിൽ ഇറങ്ങിയത്. ആരുടെ? കാഞ്ഞങ്ങാട്ട് അസർപ്പൂന്റെ മോളെ. എവിടെ ചെയ്യുന്നു കല്യാണം? ഹാളില്. ഏത് ഹാള്? എന്റെ പേരെനിക്ക് അറിഞ്ഞൂടാ. വെറുതെ ലൂലു മോള് നോക്കാന് വന്നത്. ആദ്യമായിട്ടാണോ അവിടെ വരുന്നത്? അല്ല സാറേ, മുന്നൊരിക്കൽ വന്നിന്. മുമ്പപ്പോ ഉമ്മ വെക്കുന്ന സമരം ഉണ്ടായിട്ടില്ലേ ഈട, അതിന് വന്നത്. എന്നിട്ട് ഉമ്മ വെച്ചോ? ഇല്ല സാറേ, ഉമ്മ വെക്കുന്നത് നോക്കാന് വന്നത്. ദോസ്തിന് എയർപോർട്ടിൽ കീക്കാൻ വന്നത്. അവരിറക്കിയപ്പോൾ ഒരിക്കൽ മാജിക്കാൻ തോന്നിനി. ആ പറഞ്ഞൊന്ന് ലൈറ്റ് ആക്കിയിട്ട് മനസ്സിലാവുന്ന ഭാഷ പറ. ഫ്രണ്ടിനെ എയർപോർട്ടിൽ ഫ്ലൈറ്റിൽ കയറ്റി വിടാൻ വന്നിനി. അപ്പം 2 മജിയാക്കിനി. മജ്ജേ? 2 വിട്ട നല്ല മജിയാണ് സാറേ. ഹാജര് പറഞ്ഞാ പഴയ 1000 നോട്ട് മാറ്റാനേ ഇവിടെ എറണാകുളത്തെ അതിൻ്റെ ഏർപ്പാടുണ്ട് അറിഞ്ഞ് അങ്ങനെ വന്നതാ. സർ പേടിച്ചിരിക്കാൻ കുറച്ച് സമയം എടുക്കും. എടാ, നിങ്ങൾ 4 കൂടെ ഒന്നിച്ചല്ലേ കാസർഗോഡ് നിന്ന് കൊച്ചിക്ക് വന്നത് അല്ലേ? പിന്നെന്താടാ എന്തിനാണ് വന്നതെന്ന് ചോദിക്കുമ്പോൾ 4 ഉത്തരം പറയണത്? എന്താ കളിപ്പിക്കണം? ഈടാ, നിന്റെയൊക്കെ മൂത്ത് നോക്കി അറിയാല്ല എന്തോ ആറാമ്പറ പൊപ്പിച്ചിട്ടാണ് 4 കൂടെ വന്നേക്കണെന്ന്. മോനെ, വെറുതെ ഉള്ള തല്ല് മുഴുവൻ മേടിച്ചു കൂട്ടാണ്ട് ഞാൻ ചോദിക്കുന്നതിന് സമാധാനം പറയണം കേട്ടാ. എന്തിനാ വന്നത് 4 കൂടെ? എടാ പറയടാ. പറയൂല അല്ലേ ചോദിച്ചാ? ശരി, ഒരു കാര്യം ചെയ്യും, എനിക്കൊരൊറ്റ കാര്യം അറിഞ്ഞാൽ മതി. ചന്ദ്രഭാനു സാറിനെ കൊല്ലാൻ ആരാണ് നിങ്ങളോട് പറഞ്ഞത്? അത് പറയാൻ പറ്റൂ? ഇപ്പൊ പറയണ്ട. 4 പേരും കൂടി ഇരുന്നൊന്ന് ആലോചിച്ചു നോക്കും, എന്നിട്ട് പറഞ്ഞാൽ മതി. എന്നെ അധികം മെനക്കെടുത്തില്ല, പക്ഷെ പറയണം കേട്ടാ. ഞാൻ വരും കുറച്ച് കഴിഞ്ഞു. അതെ, പുള്ളിയുടെ ഒരു സ്റ്റൈലുണ്ട്. ഇനി ഒരു പ്രാവശ്യം കൂടി ചോദിക്കൂ, അത് കഴിഞ്ഞാൽ പണി തുടങ്ങും. ഓലമടൽ വെട്ടി വടി പരുവാക്കി അതിൽ സൈക്കിൾ ട്യൂബ് ചുറ്റിയിട്ടാണ് അടി. ശരീരത്തിൽ പാടും വീഴില്ല, തല്ലിയന് തെളിവും കാണില്ല. ആ മുട്ടനെ കണ്ടാരേട്ടോ, കണ്ണു ചോരില്ലാത്തവനാ. തള്ള മട്ടിലുണ്ടൊക്കെ അടിയെന്ന് പറഞ്ഞ്. ഓലേൻ്റെ മട്ടിലെ കുറച്ചിലല്ല ആദ്യം എന്തായിക്കോട്ടെ, നമ്മൊരു കാര്യം ഉറപ്പിക്കുന്നത്. തല്ലുമ്പം പേരും കൊടുത്തോ, കമാന്നൊരക്ഷരം മിണ്ടരുത്. തല്ലി കൊള്ളുന്നെങ്കിൽ ഒക്കെ, ചാവുന്നെങ്കിൽ ഒക്കെ ബക്ക് കഴിക്കും. അല്ല ചങ്ങായിമാരെ, ഞാനിപ്പോ എന്തിനാ? എനിക്കാവില്ലോട്ടോ തല്ലുള്ളേ. നിങ്ങളൊക്കെ പടവറൊന്ന് കാട്ടിക്കൂട്ടി ഞാളെ സത്യം തുറന്നു പറയാൻ പോവാ. എല്ലാം പറഞ്ഞാൽ നിനക്ക് ഇവിടുന്ന് ഇറങ്ങാൻ കഴിയായിരിക്കും. അങ്ങനെ ഇറങ്ങിയാലേ കോഴിക്കോട്ടെത്തുന്ന നിന്റെ മയ്യത്തായിരിക്കും. ഞങ്ങളെ ആവത്തായിട്ടുള്ളൂ. നിന്റെ ശ്വാസം ഉണ്ടാക്കുന്ന വലിച്ചിടാൻ ആളുണ്ടടാ പുറത്ത്. വെക്ക കഴിച്ചോളിന്റെ മോനെ. In the view of the circumstances relating to the case and the offences charged against the accused, I am of the view that in such a situation, bail cannot be granted to the accused. The prosecution also strongly opposed the bail application. Hence, the bail application is rejected and the custody application is allowed. 3 days of custody is permitted. എന്താ പറഞ്ഞ? കൊണ്ടുപോകും പോലീസ് സ്റ്റേഷനിൽ. ജാമ്യം കിട്ടിയിട്ടില്ല. എടോ ഔക്കു ചെറുങ്ങനെ പറയും. നിത്യ എവിടെ? മനസ്സിനെ പേടിപ്പിക്കാൻ വരും. എടോ, നിങ്ങളിങ്ങനെ മാർവേഷം കെട്ടി ഇവിടെ കിടന്ന് കറങ്ങിയിട്ട് ഒരു കാര്യവുമില്ല. പ്രശ്നം വഷളാവുക. സ്റ്റേഷനിൽ 3 ദിവസം 3 ദിവസം കഴിഞ്ഞ് ജാമ്യമല്ലോ പിള്ളേർ. എടോ, ആ CI ഹബീബ് എന്ന് പറയുന്ന കണാപ്പൻ തല്ലി പിടിയും പിള്ളേര്. അവന്മാരുടെ വായുത് വല്ലതും വീണ ചാവ് തച്ചൊന്നാലും അപ്പി ഒരു അക്ഷരം ചൊല്ലൂല. അത് ജാതി വേറെ ബക്കില്ലേ. താൻ ആ തോക്ക് എങ്ങനെങ്കിലും തപ്പിയെടുക്ക്. അതെങ്ങാനും ഈ സ്റ്റേറ്റിൽ പോലീസിന്റെ കയ്യിൽ കിട്ടിയാൽ. തോക്കിന്റെ വിഷയം ഷേണായിക്ക് വിട്.
നിങ്ങന്റെ പുള്ളർ ഒന്നിറക്ക്. പുള്ളറാ തീർത്തിട്ട് ഞാനിടന്ന് ചലിക്കൂല വക്കീലെ. ആ ഞാൻ വിളിക്കാൻ തന്നെ. ഇങ്ങോട്ട് മാറിയത്